ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചത് നുണബോംബുകൾ പടച്ചുവിട്ടുകൊണ്ടാണ്. ഇന്ത്യയിൽ കനത്ത നാശം പാക് സൈന്യം വരുത്തി എന്ന തരത്തിലായിരുന്നു ഇവയിലധികം തെറ്റായ പ്രചാരണങ്ങളും. പാകിസ്ഥാന്റെ കള്ളപ്രചാരണങ്ങൾ ഏതൊക്കെയായിരുന്നുവെന്നും അതിന്റെ വസ്തുത എന്താണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. പ്രേക്ഷകർ ഈ വിവരങ്ങളിലേക്കൊന്ന് നോക്കൂ. അതായത് പാകിസ്ഥാന്റെ നുണബോംബുകളാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇന്ത്യയുടെ മിസൈൽ വേധ പ്രതിരോധ സംവിധാനമായ S-400 പാകിസ്ഥാൻ തകർത്തു എന്നുള്ള ഒരു നുണബോംബാണ് പാകിസ്ഥാൻ പുറത്തുവിട്ടത്. എന്നാൽ അതിന്റെ വസ്തുത എന്താണെന്ന് അറിയാമോ? ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു S-400 മിസൈൽ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ തകരാറിലാക്കുകയോ കേടുപാട് വരുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. തീരുന്നില്ല. പാകിസ്ഥാന്റെ അടുത്ത നുണബോംബ് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് പാകിസ്ഥാനിൽ ആരാധനാലയങ്ങൾ തകർത്തു എന്ന വാദമാണ് ഉണ്ടായത്. എന്നാൽ അതിലും കൃത്യമായ ഒരു കാര്യമുണ്ടായി. അങ്ങനെ ഒരു ആരാധനാലയങ്ങളും തകർത്തിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വസ്തുതയായിട്ടുള്ളത്. അടുത്ത പാകിസ്ഥാന്റെ വാദത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, പാകിസ്ഥാനിൽ ആരാധനാലയങ്ങൾ തകർത്തു എന്ന അടുത്തതിൽ ഹിമാലയൻ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ 3 യുദ്ധവിമാനങ്ങൾ തകർന്നു എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ മറ്റൊരു നുണബോംബ്. എന്നാൽ അതിന്റെ വസ്തുത, ഹിമാലയൻ മേഖലയിൽ ഇന്ത്യയുടെ 3 ജെറ്റുകൾ തകർന്നു വീണിട്ടില്ല. പാക് അനുകൂല എക്സ് അക്കൗണ്ടുകൾ പ്രചരിപ്പിക്കുന്ന ചിത്രം അത് പഴയതായിരുന്നു. ഇങ്ങനെ ഒരുപാട് പഴയ ദൃശ്യങ്ങളും പഴയ ഇമേജുകളും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയത്. പക്ഷെ അതിനെല്ലാം പൊളിച്ചെടുക്കുകയായിരുന്നു. പാകിസ്ഥാൻ പെടച്ചുവിട്ട അടുത്ത ഒരു നുണബോംബ് എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. പാകിസ്ഥാന്റെ സൈബർ ആക്രമണത്തിൽ ഇന്ത്യയുടെ പവർ ഗ്രിഡ് തകരാറിലായി എന്നുള്ളതാണ് പാകിസ്ഥാൻ പ്രചരിപ്പിച്ച മറ്റൊരു നുണ. എന്നാൽ ഇന്ത്യയുടെ ഒരു പവർ ഗ്രിഡിനെ പോലും ആക്രമിക്കാനോ തകരാറിലാക്കാനോ പാകിസ്ഥാൻ സൈബർ സംഘങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ല. പിന്നെ എന്തിനാണ് അവർ ഇങ്ങനെ പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ ചോദ്യം. തീർന്നിട്ടില്ല. അടുത്ത ഒരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ഈ ഇന്ത്യൻ പോസ്റ്റ് പാകിസ്ഥാൻ സൈന്യം തകർത്തു എന്ന് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുകയുണ്ടായി. എന്നാൽ 2020 നവംബർ 15 യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ് ഇപ്പോഴത്തെ ഇന്ത്യ പാക് സംഘർഷങ്ങളുടേത് എന്ന പേരിൽ പാകിസ്ഥാൻ പ്രചരിപ്പിച്ചത്. അതും പൊളിച്ച് കയ്യിൽ കൊടുത്തു. തീർന്നില്ല, ഇനിയുമുണ്ട്. ഇതുപോലെ ഒരുപാട് നുണപ്രചരണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി. അടുത്ത ഒരു വിഷയത്തിലേക്ക് വന്നാൽ, രാജസ്ഥാനിലെ ജയ്പൂർ വിമാനത്താവളത്തിൽ പാകിസ്ഥാൻ സ്ഫോടനം നടത്തിയെന്ന് വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ സൈബർ ഗ്രൂപ്പുകൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണം. എന്നാൽ അതിന്റെ വസ്തുത എന്താണെന്ന് അറിയാമോ? ഈ ജയ്പൂർ വിമാനത്താവളത്തിൽ സ്ഫോടനം എന്ന രീതിയിലുള്ള വീഡിയോ പ്രചാരണം അതും വ്യാജമാണ്. പ്രാദേശിക ഭരണകൂടം തന്നെ ഇക്കാര്യം നിഷേധിച്ചതാണ്. ഇങ്ങനെ ഒരുപാട് നുണബോംബുകൾ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ വിടുകയുണ്ടായി. പക്ഷേ മിസൈലുകളെയും ഷെല്ലുകളെയും ഒക്കെ എങ്ങനെയാണോ നിർവീര്യമാക്കിയത്, അതുപോലെ തന്നെ ഇന്ത്യ നിർവീര്യമാക്കുകയായിരുന്നു ഇത്തരം നുണബോംബുകളെയും.